അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ നമ്മളെല്ലാവരും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ സീറോ മലബാർ സഭയുടെ അംഗങ്ങളാണ്. അപ്പം സീറോ മലബാർ സഭയെ സംബന്ധിച്ച് സഭയുടെ തന്നെ അതിൻ്റേതായ ആരാധനക്രമ മത്സരങ്ങളുണ്ട്. അതിനൊരു തിയോളജിക്കൽ മീനിങ്ങുകളുണ്ട്, ദൈവശാസ്ത്രപരമായ മീനിങ്ങുകളുണ്ട്, അതിന് കുറേ പ്രസക്തികളുണ്ട്. പലപ്പോഴും നമ്മളതിനെക്കുറിച്ച് അവെയർ ആകാറില്ല, ചിലപ്പോൾ അറിയാൻ ശ്രമിക്കാറില്ല. അച്ഛന് നമ്മുടെ സീറോ മലബാർ സഭയുടെ ആരാധന മത്സരക്രമങ്ങളെക്കുറിച്ച്, അതിൻ്റെ തിയോളജിക്കൽ മീനിങ്ങുകളെക്കുറിച്ച്, അതിൻ്റെ ഇന്നത്തെ പ്രസക്തികളെക്കുറിച്ച് ഒന്ന് വിവരിക്കാൻ പറ്റുമോ? എല്ലാ വ്യക്തിസഭകൾക്കും ഒരു ആണ്ടുവർഷം കൂട്ടിമുട്ടുന്ന രീതിയിൽ ആരാധനാക്രമത്തെ പ്രത്യേക കാലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്ന ഒരു പതിവ് നമുക്ക് അല്ലെങ്കിൽ രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ സഭകളും ക്രിസ്തു സംഭവത്തെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ, ദൈവശാസ്ത്ര രീതികളിലൂടെ ഒരു വർഷം മുഴുവനും ആഘോഷിക്കുന്ന രീതിയിലാണ് ഈ ആരാധനാക്രമ മത്സരം സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാ സഭകൾക്കും ഉള്ളതുപോലെ തന്നെയാണ് സീറോ മലബാർ സഭയ്ക്കും പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമത്തിൻ്റെ ഭാഗമായ സീറോ മലബാർ സഭയ്ക്കും അതിൻ്റേതായ ഒരു ആരാധനാക്രമ ശൈലി നിലനിൽക്കുന്നു. ആ ശൈലിയോടും ആ സഭയുടെ ആരാധനാക്രമ ദൈവശാസ്ത്രത്തോടും ചേരുന്ന വിധത്തിലാണ് ഒരു വർഷത്തെ വിവിധ കാലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ കാലങ്ങളിലും ക്രിസ്തു സംഭവത്തിൻ്റെ വ്യത്യസ്തമായ സംഭവങ്ങളെ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് അനുസ്മരിക്കുന്നു എന്നതാണ് ഈ ആരാധനാക്രമ മത്സരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു വർഷത്തെ ഋതുക്കളായിട്ട് തിരിക്കാറുണ്ട്, വസന്തം, ശിശിരം എന്നൊക്കെ പറഞ്ഞതുപോലെ. അതിനൊക്കെ നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള കാലാവസ്ഥയാണ് നമുക്കുണ്ടാവുക, പ്രകൃതിയിലും ഒക്കെ. എന്നതുപോലെ തന്നെയാണ് നമ്മൾ സഭയിലും ഈ ഒരു വർഷത്തെ നമ്മൾ ക്രിസ്തു കേന്ദ്രീകൃതമായി ക്രിസ്തു സംഭവങ്ങളുടെ അടിസ്ഥാനമാക്കി നമ്മൾ ഇതിനെ വ്യത്യസ്തമായ ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. സീറോ മലബാർ സഭയിലേക്ക് അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ മത്സരത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, അത് 9 കാലങ്ങളായിട്ടാണ് ഒരു വർഷത്തെ സഭ ചിത്രീകരിച്ചിരിക്കുക. അത് നവംബർ 27-നും ഡിസംബർ 3-നും ഇടയിൽ വരുന്ന ഞായറാഴ്ചയാണ് ആ ആരാധനാക്രമ മത്സരത്തിലെ ആദ്യ ഞായറാഴ്ചയായിട്ട് നമ്മൾ കരുതുക. ആദ്യകാലം അല്ലെങ്കിൽ ആദ്യ മത്സരം എന്ന് പറയുന്നത് മംഗളവാർത്തക്കാലമാണ്. സുറിയാനിയിൽ അതിനെ സുവാറ എന്നാണ് പറയുക, നല്ല വാർത്ത. നമുക്കറിയാം, നല്ല വാർത്ത എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് മറിയത്തിന് മംഗളവാർത്ത ലഭിച്ചതും ഈശോയുടെ ജനനവുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മംഗളവാർത്തക്കാലത്തിന് അല്ലെങ്കിൽ സുവാറയ്ക്ക് വളരെ കൃത്യമായ രീതികളാണ് നമ്മുടെ ആരാധനാക്രമത്തിലുള്ളത്. 4 ഞായറാഴ്ചകളാണ് സാധാരണഗതിയിൽ മംഗളവാർത്തക്കാലത്തിൽ ഉണ്ടാവുക. ഈ 4 ഞായറാഴ്ചകളിൽ ആദ്യത്തെ ഞായറാഴ്ച സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വായനയും, രണ്ടാമത്തെ ഞായറാഴ്ച മംഗളവാർത്തയും. അതുകൊണ്ട് മംഗളവാർത്തക്കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ രീതി അനുസരിച്ച് മംഗളവാർത്ത തിരുനാളായിട്ട് ആചരിക്കുക. 3-ാമത്തെ ആഴ്ച സ്നാപകൻ്റെ ജനനവും 4-ാമത്തെ ആഴ്ച മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന ആ ജീനിയോളജിയുമായി ബന്ധപ്പെട്ടുള്ള വായനകളും, ക്രിസ്മസിൻ്റെ അന്ന് അല്ലെങ്കിൽ പിറവി തിരുനാളിൻ്റെ അന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുന്ന ഭാഗവുമാണ് വായിക്കുക. പിന്നീട് വരുന്നത് പിറവിക്കാലമാണ്. അതിനെ യൽദ എന്നാണ് പറയുക. 25-ാം തീയതി മുതൽ ദനഹ തിരുനാൾ വരെയുള്ള കാലഘട്ടത്തെയാണ് യൽദ കാലം എന്ന് പറയുക. നമ്മളുടെ സ്രോതസ്സുകളിൽ, ഉറവിടങ്ങളിൽ ഈ മംഗളവാർത്തക്കാലവും പിറവിക്കാലവും ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രാർത്ഥനകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. അതുകൊണ്ട് സുവാറ, യൽദ, മംഗളവാർത്ത, പിറവി എന്ന് ഒരുമിച്ചാണ് പലയിടത്തും നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയുക. ഈ പിറവിക്കാലം അല്ലെങ്കിൽ യൽദ എന്ന് പറയുന്നത് ദനഹ വരുന്ന ജനുവരി 6-ാം തീയതി ആഘോഷിക്കുന്ന ദനഹ വരെയുള്ള കുറച്ച് ദിവസങ്ങളാണ്. അവിടെ ഒരുപക്ഷെ 2 ഞായറാഴ്ചകളാണ് ഉണ്ടാവുക.
തുടർന്ന് നമ്മൾ ദനഹാകാലത്തേക്കാണ് പ്രവേശിക്കുക. ദനഹ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ആവിഷ്കാരം എന്നാണ്. തുറന്നു കാണിക്കുക, അവതരിപ്പിക്കുക, മാനിഫെസ്റ്റേഷൻ എന്നൊക്കെയാണ്. അതിൻ്റെ ഗ്രീക്ക് പദം എപ്പിഫനി എന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പൊതുവായിട്ട് പറയുന്ന എപ്പിഫനി, മാനിഫെസ്റ്റേഷൻ എന്ന അർത്ഥത്തിലാണ്. സിറോമ സഭയിൽ അല്ലെങ്കിൽ പൗരസ്ത്യ സുറിയാനി ക്രമത്തിൽ ഈ ദനഹ തിരുനാൾ ഈശോയുടെ മാമോദിസായെ ഓർമ്മിപ്പിക്കുന്ന തിരുനാളാണ്. ഈ തിരുനാൾ സിറോമ സഭയിൽ 2 രീതിയിലാണ് ആഘോഷിക്കുന്നത്. ഒന്ന്, പിണ്ടികുത്തി പെരുന്നാൾ എന്ന പേരിൽ ഒരു ഭാഗത്ത് ആഘോഷിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് രാക്കുളി പെരുന്നാൾ എന്ന പേരിലാണ് ആഘോഷിക്കുക. ഈ പിണ്ടികുത്തി പെരുന്നാൾ ഒരു വാഴയുടെ പിണ്ടി കുത്തി അതിനു ചുറ്റും ദീപങ്ങൾ കത്തിച്ച് അതിനു ചുറ്റും എല്ലാവരും ഏൽ പയ്യ എന്ന് പറയുന്ന ദൈവമേ നീ പ്രകാശമാകുന്നു എന്ന് പറയുന്ന ഗീതം പാടിക്കൊണ്ടാണ് ഈ തിരുനാൾ ആഘോഷിക്കുക. രാക്കുളി പെരുന്നാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 5-ാം തീയതി രാത്രിയിലെ ജനങ്ങളെല്ലാവരും അടുത്തുള്ള ഒഴുകുന്ന കുളത്തിലോ അല്ലെങ്കിൽ നദിയിലോ പോയി കുളിച്ച് ഈശോയുടെ ആ മാമോദിസായെ സൂചിപ്പിക്കാനായിട്ട് നടത്തിയിരുന്നതിൽ നിന്നാണ് രാക്കുളി പെരുന്നാൾ എന്ന് ഇതിന് പേര് വരുന്നത്. ഈ ദനഹക്കാലം 7 ആഴ്ചകളാണ്, ചിലപ്പോൾ 8 ആഴ്ചകളാകാം. അതെല്ലാം വലിയ ഈസ്റ്ററിനെ ആശ്രയിച്ചാണ്. ഈസ്റ്റർ എന്ന് വരുന്നു. ഈസ്റ്ററിനും ദനഹായ്ക്കും ഇടയിലുള്ള ആ കാലഘട്ടത്തെ സംവിധാനം ചെയ്തുകൊണ്ടാണ് ദനഹക്കാലത്ത് എത്ര ആഴ്ചയുണ്ടെന്നുള്ളത് നമ്മൾ സ്ഥിരപ്പെടുത്തുക. ദനഹാകാലം കഴിഞ്ഞാൽ വലിയ നോമ്പുകാലമാണ്. വലിയ നോമ്പുകാലത്തെ നമ്മൾ സൗമാറാമ്പ എന്നാണ് പറയുക. ഈശോയുടെ 40 ദിവസത്തെ ആ ഉപവാസത്തെ സൂചിപ്പിക്കുന്നതാണ്. മർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ 40 ദിവസത്തെ നോമ്പ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് 50 നോമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം നമുക്ക് ഞായറാഴ്ചകളിലും നോമ്പുള്ള ദിവസങ്ങളായി മാറ്റപ്പെട്ടത് കൊണ്ടാകണം അതിനെ 50 നോമ്പെന്ന് വിളിക്കാനായിട്ട് ആരംഭിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാ വർഷങ്ങളിലും 7 ആഴ്ചയാണ്. 7 × 7 49 50 അങ്ങനെ ആ കണക്കിലാണ് 7 ആഴ്ച വരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് നമ്മളിത് കാണുക. ഇത് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഒരു കാലഘട്ടമാണ്. ഈശോയുടെ പീഡാസഹനത്തെയും മരണത്തെയും ഒക്കെ കുറിച്ച് കൂടുതൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വലിയ നോമ്പുകാലം. ഇത് ആരംഭിക്കുന്ന ഞായറാഴ്ചയെ പേത്തുർത്ത എന്നാണ് പറയുക. പേത്തുർത്ത എന്ന വാക്കിൻ്റെ അർത്ഥം തിരിഞ്ഞു നോക്കൽ എന്നാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ നമ്മൾ കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേരാനുള്ള ഒരു ഒരുക്കകാലമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുക. അതുപോലെ തന്നെ ഇത് ആരംഭിക്കുന്ന തിങ്കളാഴ്ച, ഞായറാഴ്ച നമ്മൾ ഇറച്ചിയോ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നു. തിങ്കളാഴ്ച മുതൽ അന്ന് നമ്മൾ വിഭൂതിയായിട്ട് ആചരിക്കുന്നു, നെറ്റിയിൽ ചാരം പൂശുന്നു. ഈ നെറ്റിയിൽ ചാരം പൂശുന്ന ക്രമമെല്ലാം ഒരുപക്ഷെ പോർച്ചുഗീസ് ആഗമനത്തിന് ശേഷം നമ്മൾ ലത്തീൻ സഭയിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ഘടകങ്ങളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വലിയ നോമ്പിൻ്റെ പകുതിയിൽ നമ്മൾ പാതി നോമ്പായിട്ട് നമ്മൾ ആചരിക്കുന്നു. അങ്ങനൊരു രീതി മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ട്. ആ പാതി നോമ്പിലെ ഇടവക ദേവാലയത്തിൻ്റെ മധ്യത്തിലെ ഒരു സ്ലീവ ഇറക്കി സ്ഥാപിക്കുകയും ആ സ്ലീവായെ വണങ്ങുകയും ചെയ്യുന്ന രീതിയും നമ്മുടെ ഇടയിൽ പൊതുവായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിന്നുപോയി. ഇപ്പോൾ ചിലയിടത്തൊക്കെ അത് എന്താ പറയുക തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന വളരെ അഭിലഷണീയമായിട്ട് കാണുന്നു. അപ്പോൾ ഈ 7 ആഴ്ചകൾക്ക് ശേഷം 7ാമത്തെ ആഴ്ചയിലാണ് നമ്മൾ പെസഹായും ദുഃഖവെള്ളിയും ഒക്കെ ആഘോഷിക്കുക. തുടർന്ന് നമ്മൾ ഈസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഉയർപ്പ് തിരുനാളിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉയർപ്പ് തിരുനാൾ എന്ന കാലഘട്ടത്തെ നമ്മൾ കെംത എന്നാണ് സുറിയാനിയിൽ പറയുക. കർത്താവിൻ്റെ ഉയർപ്പാണ് ഈ കാലഘട്ടത്തിലെ വലിയ വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതും 7 ആഴ്ചകളായിട്ടാണ് തിരിച്ചിരിക്കുക. അപ്പോൾ പൊതുവിൽ എല്ലാ കാലഘട്ടങ്ങളും 7 ആഴ്ചകളിലാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അത് കൂടുകയോ കുറയുകയോ ചെയ്യാം. അതെല്ലാം ഈസ്റ്ററിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈസ്റ്റർ കാലവും 7 ആഴ്ചകൾ ഉൾക്കൊള്ളുന്ന കാലഘട്ടമാണ്. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ വെള്ളിയാഴ്ച സകല വിശുദ്ധരുടെ തിരുനാളായിട്ടാണ് ആഘോഷിക്കുക. സഭയുടെ ഒരു പാരമ്പര്യമാണ് സകല വിശുദ്ധരുടെ തിരുനാൾ. അതായത് കർത്താവിൻ്റെ ഉയർപ്പിൽ പങ്കുചേർന്ന എല്ലാവരെയും ഉയർപ്പ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച അനുസ്മരിക്കുന്നു. ഇതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ദനഹാകാലത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളുടെ സഭാ പാരമ്പര്യത്തിൽ സകല മരിച്ചവരെയും ഓർക്കുന്നത്. അപ്പോൾ സകല മരിച്ചവരെയും ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെയും ഒക്കെ അരൂപിയിൽ
വലിയ നോമ്പിലേക്ക് പ്രവേശിച്ച് ഉത്ഥാനത്തിരുന്നാൾ ഉൾക്കൊണ്ട് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് കടന്ന് അതിൽ പങ്കുപറ്റിയ എല്ലാവരെയും നമ്മൾ ഈ ആദ്യ വെള്ളിയാഴ്ച നമ്മൾ അനുസ്മരിക്കുന്നു എന്നുള്ളതാണ്. തുടർന്ന് ആ വലിയ ഉയർപ്പുകാലം 7 ആഴ്ചകൾ കഴിയുമ്പോൾ നമുക്കറിയാം, 7 ആഴ്ച കഴിയുമ്പോൾ പന്തക്കുസ്തയാണ്, 50-ാം ദിവസം. പഴയ കാലത്ത് ഇതിനെ 50-ാം പെരുന്നാൾ എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ഈ 50-ാമത്തെ ദിവസമാണല്ലോ പന്തക്കുസ്ത. പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 50 എന്നാണല്ലോ. അപ്പോൾ പന്തക്കുസ്ത തിരുനാൾ ആരംഭിക്കുന്നതോടുകൂടെ സ്ലീഹാകാലം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സഭയുടെ ആരാധനക്രമ യാമപ്രാർത്ഥനകൾ ഒരുക്കിയിരിക്കുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആദ്യത്തെ 5 കാലഘട്ടം, അതായത് മംഗളവാർത്ത, പിറവിക്കാലം, ദനഹ, നോമ്പുകാലം, ഉയർപ്പുകാലം, അതിനെ ക്രിസ്തു സെൻട്രിക് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ക്രിസ്തു സെൻട്രിക് എന്ന് പറഞ്ഞാൽ മിശിഹ കേന്ദ്രീകൃതമായ ഒരു കാലഘട്ടം. തുടർന്ന് സ്ലീഹാകാലത്തോടുകൂടെ നമ്മൾ ഈ മിശിഹ കേന്ദ്രീകൃത കാലഘട്ടത്തിൽ നിന്ന് സഭാ കേന്ദ്രീകൃതമായ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയുടെ മരണോത്ഥാനങ്ങൾക്ക് ശേഷം സ്ലീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണങ്ങളുടെ ഫലമായി ക്രിസ്തു സമൂഹം അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹം വളർന്നു വരികയും ആ ക്രിസ്തീയ സമൂഹം പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ സ്ലീഹാകാലം മുതൽ പള്ളിക്കുദാശക്കാലം വരെയുള്ള ഭാഗത്തെ നമുക്ക് സഭാ കേന്ദ്രീകൃതമായ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. സ്ലീഹാകാലവും 7 ആഴ്ചകളാണ്. അത് സ്ലീഹന്മാരുടെ ശുശ്രൂഷകളെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക. സ്ലീഹാകാലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ സ്വർണ്ണവെള്ളി എന്നാണ് പറയുക. നമുക്കറിയാം, കവാടത്തിങ്ങളെഴുന്ന മുടന്തൻ പത്രോസിനോടും കൂട്ടരോടും ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ സ്വർണ്ണമില്ല, വെള്ളിയില്ല, ഞങ്ങൾക്ക് ഉള്ളത് ഞങ്ങൾ തരുന്നു, മിശിഹായുടെ നാമത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നു. അപ്പോൾ ആദ്യ വെള്ളിയാഴ്ച സ്വർണ്ണവെള്ളി എന്ന പേരിലാണ് അറിയപ്പെടുക. സ്ലീഹാകാലത്തിന് ശേഷം നമ്മൾ ഖൈത്താകാലത്തിലേക്ക് പ്രവേശിക്കുന്നു. ഖൈത്ത എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം വേനൽ എന്നാണ്, വേനൽക്കാലം എന്നാണ്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഖൈത്താകാലം നമ്മൾ ആചരിക്കുമ്പോൾ സത്യത്തിൽ മഴക്കാലം പോലെയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീഹന്മാരുടെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഫലമായി വളർന്നു വന്ന സഭാസമൂഹം ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് നമ്മൾ ഖൈത്താകാലത്തെ നമ്മൾ കാണേണ്ടത്. ഈ ഖൈത്താകാലത്തിന് ശേഷം വരുന്നത് ഏലിയ, സ്ലീവ, മൂശ കാലങ്ങളാണ്. സെപ്റ്റംബർ 14-ാം തീയതി നാം ആഘോഷിക്കുന്ന വിശുദ്ധകുരിശിൻ്റെ പുകഴ്ച തിരുനാളാണ് ഈ കാലഘട്ടത്തിൻ്റെ കേന്ദ്രബിന്ദു. ഈ കാലഘട്ടം 12 ആഴ്ചകൾ വരും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും 12 ആഴ്ചകൾ വരണമെന്നില്ല. ചിലപ്പോൾ മാത്രമേ 12 ആഴ്ച, ചില വർഷങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഏലിയാക്കാലം 4 ആഴ്ച വരാം, സ്ലീഹാക്കാലം ഇപ്പോൾ 1 ആഴ്ച ഉണ്ടാവും, അപ്പോൾ മൂശക്കാലം 4 ആഴ്ച ഉണ്ടാവും. അങ്ങനെയുള്ള വ്യത്യസ്തതകൾ നിലനിൽക്കുന്നത് കൊണ്ട് ഏലിയ, സ്ലീവ, മൂശക്കാലങ്ങൾ 12 ആഴ്ചകളായിട്ടാണ് യാമപ്രാർത്ഥന പുസ്തകങ്ങളിൽ കൊടുത്തിരിക്കുന്നത്, 4 വീതം. ഇതിൻ്റെ കേന്ദ്രം ഈ സെപ്റ്റംബർ 14-ാം തീയതി നാം ആഘോഷിക്കുന്ന കുരിശിൻ്റെ തിരുനാളാണ്. നമുക്കറിയാം, ഇതൊരു എസ്കത്തോളജിക്കൽ ഹോപ്പ് കൂടെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയ സ്വർഗീയോന്മുഖത. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, രൂപാന്തരീകരണത്തിൻ്റെ സമയത്ത് കർത്താവിൻ്റെ കൂടെ ഏലിയായും മോശയും ഉണ്ടായിരുന്നതായി, അല്ലെങ്കിൽ മോശയും ഏലിയായും ഉണ്ടായിരുന്നതായിട്ട്. അപ്പം രണ്ടാമത്തെ വരവിലും ഈ ഏലിയായും മോശയും ഉണ്ടാകുമെന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈശോയുടെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഈ മോശയും ഏലിയായും ഒക്കെ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ചിന്ത അന്നത്തെ ആദിമ ക്രൈസ്തവ സമൂഹങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്നു. അതെല്ലാം കൂട്ടി ചേർത്തുകൊണ്ടാണ് ഏലിയ, സ്ലീവ, മൂശക്കാലങ്ങൾ എന്ന കാലഘട്ടം നമ്മൾ അനുസ്മരിക്കുക. തുടർന്ന് വരുന്നത് പള്ളിക്കൂദാശക്കാലമാണ്. കൂദാശീത്ത എന്നാണ് അതിനെ സുറിയാനിയിൽ പറയുക, ഡെഡിക്കേഷൻ ഓഫ് ദ ചർച്ച്. ഇതൊരു പക്ഷേ യഹൂദ പാരമ്പര്യത്തിലെ ഹന്നൂക്ക തിരുനാളിനോട് സാമ്യമുള്ള ഒരു തിരുനാളായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാവുന്നതാണ്. പക്ഷെ നമ്മളുടെ സിറമലബാർ സഭയുടെ രീതി അനുസരിച്ച്, സിറമലബാർ സഭയുടെ ദൈവശാസ്ത്രം അനുസരിച്ച് ഇത് സർവാഭരണ വിഭൂഷിതയായ സർവ്വനന്മകളും നിറഞ്ഞു നിൽക്കുന്ന സഭയെ മിശിഹ പിതാവിന് സമർപ്പിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ദൈവശാസ്ത്രപരമായിട്ട് നമ്മളിതിനെ കാണുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് 4 ആഴ്ചകളാണ് ഈ പള്ളിക്കുദാശക്കാലത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. കാരണം ഈ ആഴ്ചകളെ നമ്മൾ ഇങ്ങനെ ചിത്രീകരിക്കുമെങ്കിലും
ഇടയിൽ ചില ആഴ്ചകൾ കൂടിയും കുറഞ്ഞും വരുന്നത് കൊണ്ട് ഈ 4 ആഴ്ചകളെ നമ്മൾ മംഗളവാർത്തക്കാലത്തിന് മുമ്പ് 4 ആഴ്ചകൾ എന്ന രീതിയിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പള്ളിക്കുദാശക്കാലത്തിൽ 4 ആഴ്ചകളാണ്. അങ്ങനെ 9 കാലഘട്ടങ്ങളായിട്ടാണ് നമ്മൾ നമ്മുടെ ആരാധനക്രമ വത്സരത്തെ വിഭജിച്ചിരിക്കുന്നത്. ഈ ഓരോ ആരാധനക്രമ വത്സരത്തെയും കുറിച്ച് നമ്മൾ ഗാഢമായിട്ട് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഓരോ കാലഘട്ടത്തിലും മിശിഹ സംഭവത്തിൻ്റെ വ്യത്യസ്തമായ ഈവൻറ്റുകളെ അല്ലെങ്കിൽ സംഭവങ്ങളെ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഘട്ടത്തിൽ സ്ത്രീഹന്മാരാൽ വളർന്ന് പന്തലിക്കപ്പെട്ട സഭയെ പിതാവായ ദൈവത്തിനെ സ്വീകാര്യമായ ഒരു സമൂഹമായിട്ട് മിശിഹ സമർപ്പിക്കുന്നു. അങ്ങനെ ഒരു സീക്വൻസ് നമുക്ക് ഈ ആരാധനക്രമ കാലഘട്ടത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എല്ലാ ആരാധനക്രമങ്ങളും അങ്ങനെ അവരുടേതായ ദൈവശാസ്ത്രത്തിനോട് ചേർന്ന രീതിയിലാണ് ആരാധനക്രമ മത്സരത്തെ തരംതിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിഭജിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ സഭയ്ക്കും ആരാധനക്രമ മത്സരങ്ങൾ ഉള്ളത് അവരുടെ ആ ആത്യന്തികമായ ദൈവശാസ്ത്രത്തോട് ചേർന്ന് പോകുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെയൊക്കെ തിരിച്ചിരിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ദൈവമെന്ന യാഥാർത്ഥ്യത്തെ, ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ അതിൻ്റെ എന്താ പറയുക, ക്രിസ്റ്റോസെൻട്രിക് ആയിട്ട് അല്ലെങ്കിൽ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് പ്രത്യേകമായി ചിന്തിക്കാനും ധ്യാനിക്കാനുമുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമായിട്ടാണ് നമ്മൾ ആരാധനക്രമ മത്സരത്തെ കാണുന്നത്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ ആരാധനക്രമ മത്സരത്തിൻ്റെ വിഭജനത്തെ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സത്ത അറിഞ്ഞുകൊണ്ട്, അതിൻ്റെ എസൻസ് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആരാധന അർപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ആദ്യ സഭാപിതാക്കന്മാർ ഇത്തരത്തിൽ ഒരു മത്സരത്തെ ക്രിസ്തു കേന്ദ്രീകൃതമായും സഭാകേന്ദ്രീകൃതമായും തിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിഭജിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.